Ha ha ha!
చూడకపోతుండవు ఇళ్ళ సిద్ధగాని నీకు సిద్ధరాల రోజు సిద్ధల చూపిస్తావు సిద్ధరాల మనసు నాది నిల్లకపోతుండవు చూడకపోతుండవు ఇళ్ళ సిద్ధగాని నీకు సిద్ధరాల దాని రోజు సిద్ధల చూపిస్తావు చూడకపోతుండవు కానకపోతుండవు జింకటేసి చూడకపోతుండవు కానకపోతుండవు నన్ను మించి దండమెవరి గుండెతో అండకేసి నేనేరో ఆస్తి పాస్తి లేని ఉంటే నిన్నే గురుగు ఇంటిరో నీతో నా వస్తరో నువ్వైనా వానవండి నీతో నా మనుగుండి నిన్న ఇడిదయుంగలేరు నీగంటే బస్తరో నీగంటే బస్తరో ఓ పిల్లగా జంకెడేసి ശ്രദ്ധ മനസ്സിലായോട് മനസ്സിലായോട് വാ അമൃത വാ മനസ്സിലായോടി റെഡി നന്നായിട്ട് ആ എവിടെ ആരാണ് ആ അടിപൊളി പൊളി ഓക്കെ ആ ശരി മക്കളെ നിങ്ങൾ എടുത്തു കഴിഞ്ഞു നിങ്ങൾ എടുത്തു കഴിഞ്ഞു ആ റെഡി മ്യൂസിക് നീ റെഡിയല്ലേ മൊബൈൽ താ ശ്രദ്ധ അവിടെ പോയി പാട്ടിട്ട് ബാലാരാം ഞങ്ങളിന്ന് സഭയിൽ കളി തുടങ്ങുകയായി. ദുംത തരികിട തിമിർത്ത തരികിട തെയ്തെയ്തെയ്ത അങ്ങനെ ദുംത തരികിട തിമിർത്ത തരികിട തെയ്തെയ്തെയ്ത അങ്ങനെ ദുംത തരികിട തിമിർത്ത തരികിട തെയ്തെയ്തെയ്ത
ആദി തരികിട തോം തക താകതൈ തക താകൃത തിമൃതൈ ആ ഗുരുവയുണ്ണി മിശികായ കളിയാടുമധുര നൽകണേ ഗുരുവയുണ്ണി മിശികായ കളിയാടുമധുര നൽകണേ അടവഞ്ചു വണുപായിട്ട് ഞങ്ങളുടെ കളി തുടങ്ങട്ടെ ഗുരുക്കളെ അടവഞ്ചു വണുപായിട്ട് ഞങ്ങളുടെ കളി തുടങ്ങട്ടെ ഗുരുക്കളെ തായ് താതെ കിടത്തിന്താ തെക്കതിന്താ തിരകതിന്താ തിരകതിന്താ തെക്കതിന്താ തിരകതിന്താ എത്ര പെട്ടെന്ന് കഴിഞ്ഞു.
ഓ ദൈ ദൈ തകര തികി തകര തകരി അതിത്തോ താദിഗിലോ. ഗോവിന്ദ തിരുനാമ സങ്കീർത്തനം ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ. യെസ് നിശ്ചയമെന്നറിഞ്ഞാലും പൂസൂര ശ്രേഷ്ഠാതൈ. നിശ്ചയമെന്നറിഞ്ഞാലും പൂസൂര ശ്രേഷ്ഠാതൈ. നിശ്ചയമെന്നറിഞ്ഞാലും പൂസൂര ശ്രേഷ്ഠ. ഓ ദൈ ദൈ തകര തികി തകര തകരി അതിത്തോ താദിഗിലോ. ഗോവിന്ദ തിരുനാമ സങ്കീർത്തനം ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ. മധുപകരൂ നീ താരകേ മനസ്സിലെ മോഹം മധുപകരൂ നീ താരകേ മനസ്സിലെ മോഹം സങ്കീർത്തനം ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ. ഉണ്ണിക്കാലോടൊരുമിച്ച് ഉണ്ണിക്കാലോടൊരുമിച്ച് ഉണ്ണിക്കാലോടൊരുമിച്ചു മണ്ണിലങ്ങു കളിക്കുമ്പോൾ നാമ സങ്കീർത്തനം ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി
നിരാശപ്പെടുത്താറില്ല. ഏത് സ്കൂളാണ് നിങ്ങള്? ഏതാണ് ജില്ല? തൃശ്ശൂർ ജില്ല. അപ്പോ പോയിന്റ് തന്നെ ഒന്നുകൂടി പറയേണ്ടതുണ്ട്. ഒന്നാം സ്ഥാനത്ത് കണ്ണൂർ തന്നെ തുടരുകയാണ്. കണ്ണൂരായിരുന്നു, തൃശ്ശൂരായിരുന്നു. അല്പം മുൻപ് വരെ തൃശ്ശൂർ ജില്ലയായിരുന്നു ഒന്നാം സ്ഥാനത്ത്. രണ്ടാം സ്ഥാനത്ത് കണ്ണൂരാണ്, മൂന്നാം സ്ഥാനത്ത് പാലക്കാടാണ്. ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നു. കണ്ണൂരോ, അതെ, തൃശ്ശൂരോ കണ്ണൂരോ പാലക്കാടോ കാത്തിരിക്കാം നാളെ നമുക്ക് ഉച്ചവരെ. ഓക്കെ, പക്ഷേ അതുകൊണ്ട് തന്നെ അവർക്ക് അങ്ങ് എത്തേണ്ടതും കൂടിയാണ് അല്ലേ? പിന്നെ ആരാ പരിഗണിക്കുക? അത് തന്നെ, തീർച്ചയായും എല്ലാ ആശംസകളും ഉണ്ട് കേട്ടോ. ധൈര്യമായിട്ട് പെർഫോം ചെയ്തോളൂ. പാണ്ഡവന്മാർ കൊണ്ടുപോലും പാണ്ഡവന്മാർ കൊണ്ടുപോലും ദ്രൗപദി എന്നൊരു ഭാര്യ. പാണ്ഡവന്മാർ കൊണ്ടുപോലും ദ്രൗപദി എന്നൊരു ഭാര്യ. പാണ്ഡവന്മാർ കൊണ്ടുപോലും ദ്രൗപദി എന്നൊരു ഭാര്യ. തകതൈ തകതൈ തക തകതോ കർഗതി തിത്തകതൈ തകതി ഗുദൈ. ആദിനാടും നഗരവും ആദിനാടും നഗരവും ഉണ്ടുപോൽ പണ്ട്. ആദിനാടും നഗരവും ഉണ്ടുപോൽ പണ്ട്. ആദിനാടും നഗരവും ഉണ്ടുപോൽ പണ്ട്. തകതൈ തകതൈ തക തകതോ കർഗതി തിത്തകതൈ തകതി ഗുദൈ. പറഞ്ഞതങ്ങനെ തന്നെ പറഞ്ഞതങ്ങനെ തന്നെ പാതിരാവായല്ലോ പത്രി. പാതിരാവായല്ലോ പത്രി. പറഞ്ഞതങ്ങനെ തന്നെ പാതിരാവായല്ലോ പത്രി. തകതൈ തകതൈ തക തകതോ കർഗതി തിത്തകതൈ തകതി ഗുദൈ. കുറഞ്ഞൊന്നുറങ്ങട്ടെ ഞാൻ, കുറഞ്ഞൊന്നുറങ്ങട്ടെ ഞാൻ ഉലകിരേഴും. കുറഞ്ഞൊന്നുറങ്ങട്ടെ ഞാൻ ഉലകിരേഴും. കുറഞ്ഞൊന്നുറങ്ങട്ടെ ഞാൻ ഉലകിരേഴും. ഓ തകതൈ തകതൈ തക തകതോ കർഗതി തിത്തകതൈ തകതി ഗുദൈ. നിറഞ്ഞ കൃഷ്ണനെ കാൺമാൻ, നിറഞ്ഞ കൃഷ്ണനെ കാൺമാൻ പുലർക്കാലെ പുറപ്പെടാം. നിറഞ്ഞ കൃഷ്ണനെ കാൺമാൻ പുലർക്കാലെ പുറപ്പെടാം. നിറഞ്ഞ കൃഷ്ണനെ കാൺമാൻ പുലർക്കാലെ പുറപ്പെടാം. തകതൈ തകതൈ തക തകതോ കർഗതി തിത്തകതൈ തകതി ഗുദൈ. അറിഞ്ഞു വല്ലതും കൂടെ അറിഞ്ഞു വല്ലതും കൂടെ തന്നയക്കേണം. അറിഞ്ഞു വല്ലതും കൂടെ തന്നയക്കേണം. അറിഞ്ഞു വല്ലതും കൂടെ തന്നയക്കേണം. ഇവര് ഇവിടെ പെർഫോം ചെയ്യുമെന്ന് ചോദിച്ചപ്പോ സമയം വളരെ കഴിഞ്ഞു. HSS ഹയർ സെക്കൻഡറി സ്കൂൾ ഹൈസ്കൂൾ വിഭാഗം സംഘനൃത്തം കഴിഞ്ഞു. ഇനി റിസൾട്ട് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് നേരെ അവർ ഇങ്ങോട്ട് പോന്നു കലാമേളത്തിലേക്ക്. ഏതായാലും അഭിനന്ദനങ്ങൾ. ഓക്കെ, താങ്ക് യു. വീണ്ടും കാണാം. അടുത്തത് വഞ്ചിപ്പാട്ട് വന്നോളൂ.
ഉപേക്ഷിച്ചു സരസ്വതി നദി തീരെ മഹായാഗമനുഷ്ഠിച്ചു ശിവപ്രീതി നേടി കൈലാസദേശത്തെ അളകാപുരി വാഴും നിധികേ മദനത്തിൽ അതിപനായി വാഴും മഹാപ്രഭു ജനങ്ങളോട് വടക്കിനധിപനായി വാസ്തുശാസ്ത്രത്തിങ്കൽ വിളങ്ങി നിന്നിടും സമൃദ്ധിസ്ഥാനത്തിലായി വിശ്രവസിൻ പ്രിയനന്ദനായി വൈശ്രവണൻ ലങ്കാനഗരം സ്വർണഭൂഷിതമാക്കി പുഷ്പവിമാനവും ലങ്കയുപേക്ഷിച്ചു സരസ്വതി നദി തീരെ മഹായാഗമനുഷ്ഠിച്ചു ശിവപ്രീതി നേടി കൈലാസദേശത്തെ അളകാപുരി വാഴും നിധികേ മദനത്തിൽ അതിപനായി വാഴും മഹാപ്രഭു Thank you.
അപ്പൊ നിങ്ങൾ ആദ്യമാണ് വളരെ സന്തോഷത്തോടുകൂടി എല്ലാവരും സ്വീകരിച്ചു അല്ലേ? അപ്പൊ കപ്പിന്റെ കാര്യത്തിൽ എങ്ങനെയാ പഠിക്കുമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും വളരെ സന്തോഷം. രണ്ടുപേരും വെച്ചിട്ടുണ്ട്, രണ്ടുപേരും
നാട്. ഇവിടെ അടിമുടി നാടകമാടിയിട്ടും മലയാളികൾ കേൾക്കാതെ നാടാകെ ആഘോഷം വന്നടികളിയേ മലയാളക്കരയാകെ മാവേലി പാട്ടായി മനമാകെ നിറയുന്നത് കണ്ടോടി വരവായി വരവായി മന്നൻ വരവായി തിരുവോണ നാളിൽ മന്നൻ മാവേലി വരവായി. മാവേലിയോ? ആരാത്? മഹാബലി അറിയില്ലേ? നമ്മുടെ നാട് ഭരിച്ചിരുന്ന പൊന്നു തമ്പുരാൻ. നാട്ടിലെ അമരാവതി തീരത്ത് കരവൂർവാണ കൊങ്കളം കോവരൻ കാശ്യപ വംശനാം വിരോചനപുത്രൻ ഇന്ദ്രസേന നാമകാരി ബലിചക്രവർത്തി. സമ്പന്ന അസുര രാജരാജൻ തീരക്കുമ്പുകൾ പാടണ പാട്ടില് ചോര മണക്കണുണ്ടോ? ആ പാടിയിൽ ഉയരണാലറിക്കരച്ചിൽ നെഞ്ചു വിറക്കണുണ്ടോ? പെണ്ണെ ചങ്ക് തകരണുണ്ടോ? കിഴക്കൻ വലയിൽ ചെങ്കതി തെളിയുമ്പോൾ തേയിലത്തോട്ടങ്ങൾ ഉണരുകയാ. വള്ളിയും ചെമ്പിയും നഞ്ചയും നീലിയും കൊളുന്തുനുള്ളാൻ പോടുണ്ടേ. കൊളുന്തുനുള്ളി പോകുമ്പോ നടക്കലെ മാടത്തിലെ പൂടുവ പെണ്ണ് പൂമാതെ ആനും കൂടില്ലാത്ത പെണ്ണ് ചോലപ്പനങ്കിലി കൂവണ പോൽ അവൾ പാടും പാട്ട് കേട്ട് കടലും കരദേശത്തെ നാടുവാടി ചോദിച്ചു പാട്ടിനൊക്കെ ചേരുണ്ടോ കാണാൻ പെണ്ണിന് കുഞ്ചപ്പാടത്ത് കൂട്ടരത്ത് കൊയ്ത്തിനെത്താൻ കൽപ്പന നൽകി നാടുവാടി. അന്നേരം ഒരു കാര്യം പറഞ്ഞു, മുന്നിൽ പുറം പാട്ട് പാടാൻ പൂമാതരണം. എന്നെ ഭരതനാട്യം ഫോക്കും പഠിപ്പിക്കുന്നത് കലാക്ഷേത്ര അമൃത്സർ, പിന്നെ കുച്ചിപ്പുടി ഡോക്ടർ സജീഷ്. മറ്റൊരു പ്രത്യേകത നാളെ ജന്മദിനമാണ് അല്ലേ? എത്രാമത് ജന്മദിനം ചോദിക്കുന്നില്ല, അതവിടെ ഇരിക്കട്ടെ അല്ലേ? ഓക്കെ, എന്തായാലും അഡ്വാൻസ് ആയിട്ട് കേരള വിഷൻ ന്യൂസിന്റെയും നമ്മുടെയും ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ. അപ്പൊ ചെറിയൊരു കാര്യം ചെയ്യാം, റെഡി? പേരുടെത്തൊരു മൂശാരി തറവാട്ടിൻ മുറ്റത്ത്
കഥനത്തിൻ കഥപാടുന്ന മൂശാരി പെണ്ണു ഞാൻ ആദിച്ചപ്പുരം കോട്ട വാതിക്കൽ ആരും കെട്ടി തൂക്കിയതി കാറ്റ് തൊട്ടാൽ കരയുന്നോരോട്ടുമണി അന്തിമാനത്ത് ചെമ്പൊറുക്കണ മൂശാരി വെങ്കലത്തിൽ വിളക്ക് വാർക്കണ മൂശാരി നാലുകാലം കെട്ടിനഞ്ഞ ഒരു തെറ്റക്കൂരക്കുള്ളിൽ പൂവന്തയ്ക്ക് പുന്നാരച്ചന് കാത്തിരിക്കണ കാന്താരി ആദിച്ചപ്പുറം കോട്ടയിലെ ഉത്സവ നാളിലെത്തി പമരത്തിലായി ശേഷനാഗത്ത സേവിതമായൊരു ചിത്ര പൂണ്ടൊരു ദാരുരൂപം യോഗനിദ്ര പൂണ്ട ദാരുരൂപം പകലന്തിയോളം പണിയെടുത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ധാന്യങ്ങൾ ഒരു തത്വദേശമില്ലാതെ ജന്മിവർഗം അവരുടെ ഭവനങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ഹൃദയഭേദകമായ സംഭവം. അധ്വാനിക്കാൻ തുടയാനും ചോര നീരാക്കുന്ന അടിയാനും. അതായിരുന്നു കണ്ണൂരിന്റെ അവസ്ഥ. അധ്വാനവർഗത്തിൻ സമ്പത്തവർക്ക് എന്നെന്നും കണ്ണീരു മാത്രമായി. അവകാശം ചോദിച്ചാൽ അധികാരി വർഗത്തിൽ അടിമുടിച്ചൊരിയുന്ന അടികൾ മാത്രം. ഇതിന് സഹിക്കാൻ വയ്യ. ഇതെല്ലാം എന്തിന്റെ പേരിലാണെങ്കിലും ആണായി പിറന്നവനെ കണ്ടു നിൽക്കാനാകില്ല.